ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. അതിനൊരു തിരിച്ചടി നൽകാനാണോ അവരുടെ തയ്യാറെടുപ്പെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. 5000-ലധികം വനിതകളെയാണ് ഈ പൊട്ടിത്തെറിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കുന്നത്. അതിനുള്ള ഓൺലൈൻ സൈറ്റുകൾ തന്നെ നാം കണ്ടിരുന്നു, എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട്. ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരും ഉണ്ടെന്ന് പറയുന്നു. അതെ, അതില് വനിതാ ഡോക്ടർമാരും ഉണ്ടെന്നാണ് നമ്മൾ തോന്നുന്നത്. ഇത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് മരിക്കുകയുണ്ടായി, ഇതിന്റെ ചീഫിന്റെ. അപ്പോൾ ഈ സ്ത്രീ വിധവയാണ്. അപ്പോൾ ആ ഒരു വികാരം മുതലെടുക്കാനും അതിലൂടെ ഏകദേശം 5000-ഓളം വനിതകളെ റിക്രൂട്ട് ചെയ്ത് മോമിനാത്ത് എന്ന് പറഞ്ഞുള്ള രീതിയിൽ, മോമിനാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് സത്യ വിശ്വാസിയായ വനിത എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം സത്യവിശ്വാസത്തിലേക്ക് വനിതകളെ കൊണ്ടുവരികയും അവർക്കൊക്കെ ഈ ആണുങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഹൂറികളെ കിട്ടുമെന്ന്, ഹൂറികളും മദ്യപ്പുഴയും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ തീവ്രവാദത്തിലോട്ട് കൊണ്ടുവരുന്നത്. പെണ്ണുങ്ങൾ മരിച്ചാൽ എന്താണ് കിട്ടുമെന്നുള്ള കാര്യം ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനി അവരവരുടെ ചെവിയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ വായിച്ച പുസ്തകങ്ങളിലൊന്നുമില്ല. എന്തായാലും സ്ത്രീ ചാവുകൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ റെയറായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മുമ്പ് ഉപയോഗിച്ച നമുക്കറിയാം, രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഒരു വനിതാ ചാവ തന്നെയാണ്. അപ്പം ആൾക്കാർ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ, ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇവരെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പലരും ഇപ്പോൾ മയക്കുമരുന്ന് കടത്തിനും മറ്റുമൊക്കെ വനിതകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഈസി ആക്സസ് കിട്ടും, അവരെ പുറത്ത് ആൾക്കാർക്ക് സംശയം വരത്തില്ല എന്നുള്ളൊരു ധാരണയുടെ പുറത്താണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. കാര്യം മാത്രമല്ല, ഇവരെല്ലാവരും പാകിസ്ഥാനിൽ നിന്നും ഇവരെല്ലാം കുടുക്കയൊക്കെ എടുത്തിട്ട് നേരെ ബംഗ്ലാദേശിലോട്ടാണ് ഇപ്പോൾ അവരുടെ താവളങ്ങൾ മാറ്റിയിരിക്കുന്നത്. പാകിസ്ഥാനെ അപേക്ഷിച്ചിട്ട് നമുക്കുള്ള കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ്റെ ബോർഡർ ഒരു 90% വരെ വയർഡ് ഫെൻസിങ് വെച്ചിട്ട് നമുക്ക് മറച്ചിട്ടുണ്ട്. കാര്യം അവർ കയറി വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ബംഗ്ലാദേശ് ബോർഡർ കംപ്ലീറ്റ് തുറന്നു കിടക്കുന്ന ഒരു ബോർഡറാണ്. ഇതുവരെ അത് അടയ്ക്കാൻ നമ്മൾ മെനക്കെട്ടിട്ടില്ല, നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു വീക്ക്നെസ് മനസ്സിലാക്കി ഇവരുടെ ഭീകരവാദികളുടെ താവളങ്ങളെല്ലാം അവർ ബംഗ്ലാദേശിലോട്ട് മാറ്റുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ. അതാണ് ഈ പുരുഷന്മാരുമായി ബന്ധപ്പെട്ടാണ് ആ മതം തന്നെ നിൽക്കുന്നത്. ആ മതത്തിൽ നിന്നാണ്, മതത്തിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്, ജിഹാദിന് വേണ്ടിയാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. ആ ആക്രമണത്തിൽ ആ മതത്തിൽ വനിതകൾക്ക് സ്ഥാനമില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് ഈ വനിതകളെ ഉൾക്കൊള്ളാമെന്ന് തീരുമാനിക്കുന്നത്? അത് ഇവര് മതപ്രഭാഷകർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് ഈ മതവിശ്വാസികളുടെ മനസ്സിനെ ഏത് രീതിയിലും പരുവപ്പെടുത്താൻ കഴിവുള്ള ആൾക്കാരാണ്. അതാണ് അവരുടെ വാഗ്ധോടി. അതിൽ മയങ്ങിപ്പോകുന്നവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള. അതിനാ മതപണ്ഡിതർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നുകൊണ്ടായിരിക്കും വനിതകളെ ഉൾപ്പെടുത്തുക. ഇവർ മതപണ്ഡിതരല്ല, ഇവർ തീവ്രവാദികളാണ്. മതം പഠിച്ചിട്ട് മദ്രസയിൽ പോവുകയും മതം പഠിപ്പിക്കുകയും ചെയ്യുന്നവർ മാത്രമല്ല, ഇതിനെ ഒരു ജീവിത മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നവർ കുറേ പേരുണ്ട്. അപ്പം അവരുടെ ഇതിൽ കൂടുതലും പിന്നെ ഈ നേരത്തെയും, ഇത് ആദ്യമായിട്ടുള്ളതല്ല, നേരത്തെയും ഇംഗ്ലണ്ടിലൊക്കെ IS-കാരിങ്ങനെ ഈ വിധവകളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമായിരുന്നു. അവരെ ഇതിന് വേണ്ടിയിട്ട്, തീവ്രവാദത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാര്യം അവരെ സംബന്ധിച്ചോളം ഇനി ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, മരിക്കുക, വീണ്ടും ഷഹീദാകുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. വേറൊരു റീമാരേജോ വേറൊരു ലൈഫോ ഒന്നും അവർക്ക് പ്രതീക്ഷിക്കാനില്ല. അങ്ങനെ ഇത് ഇംഗ്ലണ്ടിൽ നേരത്തെ IS ഫൈറ്റ് ചെയ്യുന്ന ഒരു തന്ത്രം ഇപ്പോൾ ഇവർ പയറ്റുന്നു എന്നേ ഉള്ളൂ. ഒരു ഈ വനിതകളെ വിഡോസിനെ കൊണ്ട്, ഒരു വിഡോസിന്റെ ആ ഒരു മാനസിക നിലയെ ചൂഷണം ചെയ്ത് അവരെ വിഡോസിനെ കൊണ്ട്, ബ്ലാക്ക് വിഡോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ ചില നാം സംസാരിക്കുമ്പോൾ ഇങ്ങ് വെഞ്ഞാറമൂട് അവിടെ ഇത് ഒരു വിധവയാണ് പ്രേമിച്ച് മതം മാറ്റി അവരുടെ മകനെ IS-ലേക്ക് കടത്താൻ. വിധവയല്ല, അവർക്ക് ഭർത്താവ് ഉണ്ടായിരിക്കുമ്പോഴത്തേക്കാണ് അവരെ മതം മാറ്റി കൊണ്ടുപോയത്. അപ്പോൾ ലോകത്തങ്ങനെ ബ്ലാക്ക് വിഡോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെ ഇതിന് തീവ്രവാദത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ രീതിക്കാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. 5000 എന്ന് അങ്ങേര് പറയുന്നത് ശരിയല്ല. 500 ആണെങ്കിൽ പോലും നമുക്ക് ഇന്ത്യക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും കൂടുതലാണ്. കാര്യം ഈ ഇസ്ലാമിക തീവ്രവാദം ഇന്ത്യയുടെ ചുറ്റും പിരിമുറുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇത്. ഇന്ത്യക്ക് ചുറ്റുമല്ല, ഇന്ത്യക്ക് അകത്തും പിടിമുറുക്കിയിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് അറിയാമോന്നറിയത്തില്ല, ഈ ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന ഒരു ശൃംഖലയുണ്ട്. ഇത് ഇദ്ദേഹം സ്ഥാപിച്ചതാണ്. നമ്മുടെ ബംഗ്ലാദേശ് ഇപ്പോഴത്തെ ചീഫ് അഡ്വൈസർ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. അതിന് ഇന്ത്യയിൽ ബ്രാഞ്ചുകളുണ്ട്, നല്ല രീതിയിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞ രീതിയിൽ ഇവർ ഏറ്റവും താഴ്ത്ത ലെവലിൽ വർക്ക് ചെയ്യുകയും
ആൾക്കാരെ സ്വാധീനിക്കുകയും ചെയ്തിട്ട് ആ സ്വാധീനം പെട്ടെന്ന് അവർക്ക് ഒരു ദിവസം വിപ്ലവത്തിലോട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട്, ഒരു മനോനിലയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് അവർ ചെയ്യുന്നതും അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് ഇവർ ആൾക്കാരെ ഇത്രയും പൊട്ടിത്തെറിക്കാനൊക്കെ, ഈ ഡോക്ടേഴ്സിനെ പോലും പൊട്ടിത്തെറിക്കാൻ അവർ പ്രാപ്തരാക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സിൻ്റെ സ്ട്രെങ്ത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അവർ ഇന്ത്യയിൽ ഹയർ ചെയ്തിരിക്കുന്നത് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ്. സ്റ്റെതസ്കോപ്പ് ജിഹാദാണ് അവരെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് മദ്യം ഉപയോഗിക്കാം, മയക്കുമരുന്ന് ഉപയോഗിക്കാം, ഡോക്ടർമാരെ ഉപയോഗിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം. ഒന്ന്, അവരുടെ മതം ലോകം മുഴുവൻ വളർത്തുക, എല്ലാവരും അവരെ മതക്കാരാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പുള്ള ലക്ഷ്യം. അതിൻ്റെ മുൻപിൽ വരുന്ന എന്ത് തടസ്സങ്ങളെ അവർക്ക് നീക്കാനുള്ള വഴികൾ അവർക്കറിയാം. ഇതെല്ലാം പ്രധാനപ്പെട്ട പണമാണോ? പണം മാത്രമല്ല. ഇപ്പം ബിൻ ലാദന് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല അയാൾ തീവ്രവാദത്തിലോട്ട് പോയത്. ബിൻ ലാദൻ സൗദിയിലെ ഏറ്റവും വലിയ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്, കോടീശ്വരനായിരുന്നു. അപ്പം ഇത് മത തീവ്രവാദം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർ ഏത് രീതിയിൽ പെരുമാറുമെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു അഭിപ്രായം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വരുന്ന വഴിക്ക് ഈ മദ്രസയിൽ പഠിക്കുന്ന ഒരു 5-6 പയ്യന്മാർ എൻ്റെ കൂപ്പയിൽ കയറി. ഞങ്ങൾ 8 പേര് ഇരിക്കുമ്പോഴത്തേക്ക് ഈ കൂപ്പയിൽ കയറി 8 പേരുടെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ട് ഇവരെ കായംകുളത്ത് തിരുവനന്തപുരം എത്തുന്നത് ഒരു സംസാരിച്ചിട്ടില്ല, സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. അത്രയ്ക്കൊരു ഹേട്രഡാണ് അവർക്ക്. എൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ള കുട്ടികളാണ്. അപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അവർ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. കാര്യം ഞാൻ അവരെ മതസ്ഥനല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും അന്യ മതസ്ഥരോട് സംസാരിക്കുക പോലും ചെയ്യരുത് എന്നുള്ള അത്രയ്ക്ക് കർശനമായിട്ടുള്ള ഒരു രീതി അവർക്ക് തലയിൽ, കൊച്ചുകുട്ടികൾ 10-12 വയസ്സുള്ള കുട്ടികളുടെ തലയിൽ ഇങ്ങനൊരു ഹേട്രഡ് വളർത്തുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ ചെന്ന് നിൽക്കുന്നത് നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ്. കാര്യം ഇത്രയും കൊച്ചുകുട്ടികൾ നമ്മൾ എവിടെ പോയിട്ട് വന്നു, എന്താണ് പേരെന്താ, പേര് പോലും ചോദിച്ചിട്ട് അവർ പറയത്തില്ല. അത്രയ്ക്ക് മറ്റു മതക്കാരിലുള്ള വെറുപ്പ് 12 വയസ്സിലേ അവരുടെ തലയ്ക്കകത്ത് കയറ്റി വെച്ചേക്കുക. അപ്പോൾ ഈ മദ്രസകൾ തന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ, ലോകത്തുള്ള ഏറ്റവും മാരകമായിട്ടുള്ള വെപ്പൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രസകളാണ്. കാര്യം അവിടെ ഒരു മതത്തെപ്പറ്റി മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മളെപ്പോലുള്ള ഒരു ബഹസ്വര രാഷ്ട്രത്തിൽ പറ്റിയ ഒരു കാര്യമല്ല. നമ്മളാരും അമ്പലങ്ങളിൽ വച്ചിട്ട് നമ്മളിപ്പം സൺഡേ ക്ലാസ് വയ്ക്കുന്ന ക്രിസ്ത്യാനികളാണ് പോകുന്നത്. പക്ഷേ അവർ മറ്റ് മതസ്ഥരെ കൊല്ലാനോ മറ്റുള്ള മതക്കാരുമായിട്ട് ഇടപെടരുതെന്ന് പറയാനൊന്നുമല്ല പഠിപ്പിക്കുന്നത്. ഇവരെ പഠിപ്പിക്കുന്നത് അതാണ്. അപ്പോൾ ഈ കുട്ടികളും ഇവരുടെ അമ്മമാരും ഈ മദ്രസയിൽ പഠിച്ച പെൺകുട്ടികളും ഒക്കെ തന്നെയാണ്. അവർ വിധവമാരെ, അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. ബ്ലാക്ക് വിഡോസ് എന്നുള്ള കാറ്റഗറിയിൽ അവർ വന്നു. ഇനി അവർക്ക് സംബന്ധിച്ചുള്ള പൊട്ടിത്തെറിക്കുക, ഭർത്താവിൻ്റെ കൂടെ പോകാൻ പറ്റുക, അത് തന്നെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊരു തിരിച്ചുവരവിനുള്ള ശ്രമമാണോ? ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആസ്ഥാനം എന്താണ്? ഇല്ല, ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് വരുന്നത്. ഇത് അവരുടെ വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. IS-ന് അല്ല, അങ്ങനെ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമോ ഇത്തരം വേഗം? കാരണം ഇതിന്റെ നേതാവ് തന്നെ ഇല്ല, അവരെ കണ്ണിലെ ഏറ്റവും വലിയ കരടെന്ന് പറയുന്നത് ഇന്ത്യയും ഹിന്ദുക്കളുമാണ്. അപ്പോൾ അവർ ഈ സൗത്ത് ഏഷ്യയിലെ IS-ന് കാര്യമായിട്ടൊരു പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അവർക്കാകെ പറ്റിയത് അഫ്ഗാനിസ്ഥാനിൽ മാത്രമേ IS-ന് വിളഭൂമി കിട്ടിയിട്ടുള്ളൂ. പാകിസ്ഥാനിൽ പോലും IS-നെ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അവർക്ക് വിളയിടം കിട്ടിയിട്ടില്ല. അപ്പോൾ IS ഇന്ത്യയിലെ മറ്റു ഭാഗത്തും എല്ലാം വരുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ കണക്കാക്കണം. ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകൾ ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനം തന്നെ IS-ന്റെ ഒരു ആക്ടിവിറ്റിയാണ്. അവരുടെ കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കുന്നു, ഇതെല്ലാം IS-ന്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ഇതും ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടൊരു ബന്ധമില്ല. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യമാണ്. പഹൽഗാമിന് ഇത്രയും വലിയൊരു തിരിച്ചടി കൊടുക്കുമെന്ന് അവർ വിചാരിച്ചില്ല, പക്ഷെ നമ്മൾ തിരിച്ചടി കൊടുത്തു. ഇനിയും ഡൽഹിയിൽ കാർ ബോംബ് സ്ഫോടനം നടന്ന് 12 പേര് മരിച്ചു, ഇതുവരെയും തിരിച്ചടിയൊന്നും കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഓരോന്നിനും ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അടുത്ത കാര്യത്തിന് കൂട്ടുകൂട്ടുന്നത്.